തിരുവനന്തപുരം മംഗലപുരം മുണ്ടയ്ക്കൽ വാർഡിൽ ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മിച്ച അംഗനവാടിയിൽ സൗകര്യങ്ങൾ അപര്യാപ്തം. 30 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ചത് 680 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള അംഗനവാടി. MLA ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ ചെലവാക്കി പണി കഴിപ്പിച്ച അംഗനവാടിയുടെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നാണ് പരാതി. തിരുവനന്തപുരം മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ മുണ്ടയ്ക്കൽ വാർഡിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ച അംഗനവാടിയിൽ മതിയായ സൗകര്യമില്ല. 680 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ ആകെയുള്ളത് ഒരു ഹാളും ശുചിമുറിയും സ്റ്റോക്ക് റൂമും മാത്രം. ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ചുവെന്ന് പറയുമ്പോഴും കെട്ടിടത്തിന്റെ സൗകര്യങ്ങളിൽ ഉണ്ടായ പോരായ്മയ്ക്ക് കാരണം അഴിമതി എന്ന ആരോപണം ശക്തമാവുകയാണ്. MLA ആസ്തി വികസന ഫണ്ട് 30 ലക്ഷം രൂപ മുടക്കി ചെയ്തൊരു ബിൽഡിംഗാണ്. ഇതിൽ പണികളൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഈ പണികൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അവർക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിന് ഒരുപാട് വിഷയങ്ങളുണ്ടെന്ന് പരാതിപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, അംഗനവാടിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ കുട്ടികളുടെ സുരക്ഷിതത്വത്തിനായുള്ള ചുറ്റുമതിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിന് പിന്നിലും ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. ഒരു കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് ബിൽഡിംഗ് വെച്ചതെന്നാണ് പറയുന്നത്. അംഗനവാടിയിൽ കുട്ടികൾക്ക് വേണ്ടി വെച്ച ബിൽഡിംഗാണ്. അതിൽ അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളവും ചുറ്റുമതിലുകളും, കുട്ടികൾക്ക് ആവശ്യത്തിന് ബാത്റൂമിൽ പോകുന്നതിനും മറ്റു കാര്യത്തിനും വെള്ളമില്ല. മറ്റൊരു വീട്ടിൽ നിന്നാണ് ഈ വെള്ളം പൈപ്പ് മുഖാന്തരം ടാങ്കിൽ നിന്നാണ് കുട്ടികൾക്ക് എടുക്കുന്നത്. അത് മാത്രമല്ല, ഈ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ടായിരുന്നു. അത് നശിപ്പിച്ച നിലയിലാണ്. കെട്ടിട നിർമ്മാണത്തെ സംബന്ധിക്കുന്ന പരാതി ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. തുടർന്ന് അംഗനവാടി കെട്ടിട നിർമ്മാണത്തിലെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.